ഊണിന് വിലയൊന്നും കൂട്ടിയിട്ടില്ല. ഇല്ല, വില കൂട്ടാൻ 10 രൂപ വീതം കൂട്ടി. ഗ്യാസിന്റെയും വിറവിന്റെയൊക്കെ വില കൂടിയത് കാരണം സാധനങ്ങൾക്ക് വില കൂടുതൽ തന്നെ, എന്നാലും 10 രൂപ കൂട്ടി. 10 രൂപ കൂട്ടി. അപ്പോൾ മീൻ വറുത്തതും കൂട്ടിയാണെങ്കിൽ 130. മീൻ വറുക്കാത്ത മീൻ ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ 90 രൂപ. 90. ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണല്ലോ. വയറ് കുഴക്കണമല്ലോ. അപ്പോൾ ഇതാണ് 130 രൂപയ്ക്ക് അമ്മ കൊടുക്കണ ഊണ്. ഇങ്ങനെ ഒരു മീൻ വറുത്തത് ഉണ്ടാവും, പിന്നെ മീൻ കറിയുണ്ട്, 6-7 കൂട്ടുണ്ട് സൈഡായിട്ട്. ഇനി 2-3 കൂട്ടം ഒഴിക്കാൻ വേറെയുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഊണിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് കല്ലറ പോണ വഴിയില 6-ാം താനം ശബരി ജംഗ്ഷൻ അമ്മ ഹോട്ടൽ എന്നാണ്. സുധർമണി അമ്മയാണ് കട നടത്തുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരുണ്ടാക്കി തരില്ലേ, അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള സ്വാദിലുള്ള ഭയങ്കര ഡെക്കറേഷനുകളൊന്നും ഇല്ലാതെ നാടൻ എന്ന് പറയുന്ന ആ സാധനമാണ്. അതുപോലെ തന്നെ ഭയങ്കര പച്ചയായിട്ടുള്ള ചില മനുഷ്യരെയും കൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ അമ്മ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി തരട്ടെ എന്നൊക്കെ ചോദിച്ച് വിളമ്പുന്ന അത്തരം ഇടങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഇടമാണ്. ഒരു 2 വർഷം മുന്നേ ഇവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം കുറച്ച് അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് മാറി. അപ്പോൾ നമുക്കിനി അകത്തേട്ട് പോയിട്ട് ഇവിടുത്തെ അടുക്കളപ്പണികളൊക്കെ നടക്കുക, അത് കണ്ടേച്ചും വരാം. ഇതാണ് തിരുവനന്തപുരത്തെ മീൻകറിക്ക് സ്വാദ് ഉണ്ടാക്കുന്ന സാധനം. ഈ മുളകില്ലാതെ മീൻകറി അതൊരു സുഖമില്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിക്കണം. ഈ മുരിങ്ങാക്കോലും പിന്നെ തക്കാളിയൊക്കെ ഇട്ട് വെക്കണം, അങ്ങനത്തെ മീൻകറി ഉണ്ടല്ലോ. ആ മീൻകറിയിൽ ഈ മുളകും കൂടെ ചേരുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സ്വാദ് വരിക. ഇവിടെ ഉണ്ട് നല്ല മണവും അതുപോലെ എരിവുമായിരിക്കും. ഇതെല്ലാം മീൻകറിയിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചിലവർ സവാള, കുടംപുളി, ഇത്രയാണ് നമുക്ക് മീൻകറിയിൽ വരുള്ളൂ. ഇത് നോക്ക്, തക്കാളി ഉണ്ട്, മാങ്ങയുണ്ട്, മുരിങ്ങാക്കോലുണ്ട്, ഉണ്ടമുളകുണ്ട്, എല്ലാം ഉണ്ട്. ഇനി അല്ലാതെ പുളി വേറെ ചേർക്കില്ലേ? അത് വാളംപുളിയാ? വാളംപുളിയാണോ ചേർക്കുക, അതേ കുടംപുളിയാ? വാളംപുളി. അപ്പം അങ്ങനെ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും കൂടി ഈ മീൻ കറിയിലേക്ക് ഇട്ടു കേട്ടാ. മഴയും ട്രോളിങ്ങും എല്ലാം കൊണ്ട് മീൻ കിട്ടാനും ഇല്ല അല്ലേ. ഭയങ്കര വിലയല്ലേ. നമ്മളിപ്പം വില നോക്കിയിട്ട് കാര്യമില്ല. വില കുറയുമ്പോ നമ്മള് കൊടുക്കണ്ടേ, വിലക്ക് തന്നെ കൊടുക്കും. പരിപാടി ഇത് കണ്ടോ, ഇത് ഇനി അമ്മ പറഞ്ഞ പടോലം. ഇതിന് പേര് പറഞ്ഞ കഴുത്തൻ. കഴുത്തൻ. പിന്നെ പടോലം. ഇതിന് നമ്മൾ ചുരക്കാന്ന് പറയും. ചുരക്കയുടെ തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു തരം ചുരക്കയാണ് ഇത്. അപ്പം ചുരക്കയും ഉണക്കമീനും മുരിങ്ങാക്കോലും ഒക്കെ ഇട്ട പച്ചക്കായും ഒക്കെ ഇട്ടൊരു കറിയുണ്ട്. അത് കഴിച്ചു നോക്കാം. കറികളൊക്കെ റെഡി ആയിട്ടാണ്. ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാം റെഡിയാക്കി. പച്ചടി, ഇത് പാവയ്ക്ക മെഴുക്ക് വരട്ടി, ഇത് മത്തങ്ങയും വൻപയറും ഏത്തക്കായയും ഒക്കെ കൂടി ചേർത്ത് നമ്മൾ എരിശ്ശേരി എന്ന് പറയും, അമ്മ ഇവിടെ ഉടച്ചു കറി എന്ന് പറഞ്ഞു. അവിയലും റെഡിയായി. കറിവേപ്പിലയൊക്കെ ചേർത്ത് മീൻ വറുത്ത് വെച്ചിരിക്കണണ്ട. ഇതാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. മീൻ ഇങ്ങനെ ഒട്ടും പൊടിഞ്ഞൊന്നും വരില്ല, എടുക്കാനും എളുപ്പമായിരിക്കും. ആ മുളകിൻ്റെയും മുരിങ്ങാക്കോലിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളൊരു മണം. അമ്മ ഇപ്പം എത്ര കൊല്ലമായി കാണും പാചകം? ഞാൻ ഇപ്പൊ 5-6 കൊല്ലം ഈ ഹോട്ടലായിട്ട് തുടങ്ങിയത്. ആദ്യം കശുവണ്ടി ഫാക്ടറിയിലായിരുന്നു. അത് കോർപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമ്മളൊന്ന് സ്ഥലം മാറി. അതെ, അതിന്റെ ഇടയ്ക്ക് ഒന്ന് സ്ഥലം മാറി. എന്നാലും ഇത് തന്നെ നമ്മുടെ സ്ഥലം തോന്നുന്നു അമ്മയ്ക്ക്. ഭാഗ്യ സ്ഥലം ഇത് തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ തിരിച്ചു വന്നു. അയ്യോ, ഇതെന്റെ ഓണർ പയ്യൻ ചുമ്മാ നിൽക്കുമ്പോഴത്തേക്ക് കോടതിയിലാണ് മോന് ജോലി. എന്നാലും അന്ന് അമ്മയായാലും അവരെല്ലാരും നല്ല സഹായവും നല്ല സഹകരണവും. എന്തോരം ആപത്ത് വന്നാലും അപ്പോഴും ഓടിയെത്തും. വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. പോണില്ലെന്ന് പറഞ്ഞാലും അപ്പോഴേ എന്നെ ഇവിടെ നിളക്കി ഹോസ്പിറ്റലിൽ എത്തിക്കുക, എവിടെ എത്തിക്കണമെന്ന്. മക്കളെയും കാലം സ്നേഹവും. മനുഷ്യരെ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യല്ലേ. എന്ത് സഹായമാണെങ്കിലും ചെയ്തു. രാവിലെ എപ്പോഴാ അമ്മ തുറക്കുക? രാവിലെ 4:30 മണിയാകുമ്പോൾ. എന്നിട്ട് പിന്നെ ദോശ അല്ലേ? പിന്നെ ചായ ഇടുമ്പോൾ വിളക്ക് കൊളുത്തി ചായ, പലഹാരങ്ങള് എല്ലാം. ഇനി എത്ര മണിക്ക് അടയ്ക്കും? ഇനി 9 മണിയൊക്കെ ആവും. അപ്പൊ രാത്രി എന്നാ കൊടുക്കുക? രാത്രി ദോശ, ഇഡലി. അവർ പറയുന്ന എന്തെന്ന് വെച്ചാൽ അത് ഓംലെറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൊടുക്കണത്. ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ചായ, രാവിലെയും ചായ, വൈകുന്നേരം. എന്നാലും തുറക്കും. രാവിലെ തുറക്കുന്നില്ലെങ്കിൽ അവരെല്ലാരും കൂടെ എന്നെ കൊല്ലും, ചുട്ടു വറുത്തും ചായ കൊടുത്തില്ല. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെന്ന് ചുരുക്കം. ഊണില്ല ഞായറാഴ്ച. ഓർഡർ ഉണ്ടെങ്കിൽ ഊണുണ്ട്, അപ്പോഴത്തേക്ക് മറ്റുള്ളവരും കൂടെ ഊണ് കൊടുക്കും. അല്ല, ഞായറാഴ്ച ആള് കുറവായതുകൊണ്ടാണ്, പണിക്കാരൊന്നും അങ്ങനെ ഇറങ്ങൂല, അതുകൊണ്ടാണ് ഊണൊന്നും വയ്ക്കാറ്.
ഇല്ല ചില ദിവസം കാപ്പി വേണമെന്ന് പറയും കാപ്പി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പൊ? പണ്ടത്തെ കടയിൽ ഞാൻ വരുമ്പോ നല്ല തിരക്കാണ്. അവിടെ നല്ല തിരക്കുണ്ടാകും. ഇപ്പൊ ഇവിടെയും വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു പരുവത്തിനൊക്കെ പോകും. ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണല്ലോ. ആ വയറ് കുഴക്കണമല്ലോ. പരിപ്പ് കറി, സാമ്പാർ, മോര് കറി. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ കറികളൊക്കെ വെച്ചുണ്ടാക്കി. പച്ചടി, പാവയ്ക്ക കുറച്ചിട്ടാൽ മതി. ഇവിടെ എന്ന് വന്നാലും ഇവിടെ പാവയ്ക്ക ഉണ്ടാവും. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണക്കമീൻ. എരിശ്ശേരി, അവിയൽ, മീൻ, ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ടമുളകിട്ട മീൻ കറി. കണ്ട മീൻ കറിയുടെ ഒരു കളർ കണ്ട, വറുത്തരച്ച പോലെ ഇരിക്കും, പക്ഷെ വറുത്തരച്ചതല്ല അല്ലേ, പച്ച തേങ്ങയല്ലേ അരച്ചേ. ഇത് മതി. ഇങ്ങനെയാണല്ലോ 130-ന്റെ. ഈ മുളകില്ലേ എന്തൊരു മണാണ് ആ ഉണ്ടമുളകിന്റെ. എനിക്കാണെങ്കിൽ എരിവെന്ന് പറയുന്ന സാധനം അടുത്തേക്കൂടെ പോലും പോകാൻ പാടില്ല. പക്ഷേ ഈ മുളക് ഭയങ്കര ഇഷ്ടവും. എന്താ ഇപ്പം ചെയ്യുക, കഴിക്കാൻ പറ്റൂല, മുളക് കഴിക്കാനൊന്നും പറ്റൂല. പക്ഷെ എന്നാലും അത് ഭയങ്കര 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 എന്തോ ഇഷ്ടമാണ് എനിക്ക് ആ ഒരു മുളകിൻ്റെ സ്വാദ്. എരിവല്ല, അതിൻ്റെ ഒരു സ്വാദ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഈ മുളക്. അപ്പോൾ ഉണക്കമീനൊക്കെ വറക്കണ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ആയി, ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ കറി ഒന്നും ഇല്ലെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കും. നമ്മുടെ മീൻ വറക്കണ വറുത്തെടുത്തിട്ട് കുറച്ച് ഉപ്പ് പൊടി അല്ലെങ്കിൽ ഉപ്പ് നീരും കൂടെ ഇടും. അത് മാത്രം മതി ശരിക്കും ചോറിനാൻ. അത് അധികം മൂക്കാത്തതാവണം. ആ മൂത്തതാണെങ്കിൽ തീർന്ന് എരിഞ്ഞ് മനുഷ്യൻ ചാവും. അധികം മൂക്കാത്ത എരിവില്ലാത്ത സൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ഉണക്കമീൻ വറക്കുവാണെങ്കിൽ അതിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മൂമ്മയുള്ള സമയത്താണ് ഇതിൻ്റെയൊക്കെ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിച്ചിട്ടുള്ളത്. പിന്നെ നല്ല മീൻ കൂട്ടാനാ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉണക്കമീനൊക്കെ ഇട്ടിട്ടുള്ള കറി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അതിനകത്ത് ഈ കായയും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ കഷ്ണങ്ങളുണ്ടല്ലോ, നേരത്തെ കാണിച്ചു തന്നില്ലേ ചുരക്ക പോലത്തെ, അതൊക്കെ കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണെന്നോ. ഓ ഒരു നൊസ്റ്റാൾജിയ. ഇതൊക്കെ നമ്മളിങ്ങനെ ഇത്ര കട്ടിക്കല്ല, നല്ല ലൂസായിട്ട് ഉണക്ക അയല ഉണ്ടല്ലോ, ഉണക്ക അയലയും ഒന്നെങ്കിൽ ഏത്തക്കായ അല്ലെങ്കിൽ കുമ്പളങ്ങ ഇതേതെങ്കിലും ഇട്ടിട്ട് കുടംപുളി ഇട്ടൊരു കറി വയ്ക്കും, തേങ്ങ അരച്ചിട്ട്. ഏകദേശം ആ ഒരു സ്വാദ് തന്നെ ഇതും. നല്ല രസമാണ് കായ കഷ്ണം എടുത്ത് കടിക്കാൻ. ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ വരുന്നതേ നമ്മളുടെ മരുമോള് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു, നമുക്കൊരു കടയുണ്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ റോഡിൻ്റെ അപ്പുറം സൈഡായിരുന്നു, ഇപ്പോൾ റോഡിൻ്റെ ഇപ്പുറം സൈഡിലേക്ക് മാറി. അതിൻ്റെ ഇടയിൽ അമ്മ കുറച്ച് അപ്പുറം മാറി വേറൊരു സ്ഥലത്തേക്ക് പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വീണ്ടും ഇവിടോട്ട് തന്നെ തിരിച്ചു വന്നു. നല്ല ഭക്ഷണം. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ആളുകൾ പൊതുവെ കുറവാണ്, കാരണം ഒരു സമയമൊക്കെ ആവണല്ലേ ഉള്ളൂ. അമ്മയുടെ ഒരു ഡ്രസ്സിങ് ഒക്കെ കണ്ടോ, ഞാൻ അന്ന് വന്നപ്പോഴും ശ്രദ്ധിച്ചു കേട്ടോ. കാരണം എൻ്റെ അമ്മയൊക്കെ എനിക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ ഞാൻ പഠിക്കണ വരെ ഇതുപോലെ ഫുൾ ബ്ലൗസ് ഇടും, എന്നിട്ട് മുണ്ടെടുക്കും. കാരണം അന്നൊന്നും നെയ്റ്റി എന്ന് പറയുന്ന ഒരു വേഷം അങ്ങനെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണോന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും ആരും അങ്ങനെ നെയ്റ്റി ഇട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അന്ന് എല്ലാവരും ഇടണ വേഷം ഇതാണ്, നീളമുള്ള ബ്ലൗസ്, ഫുൾ ബ്ലൗസും അതിൻ്റെ കൂടെ ഇതുപോലത്തെ ലുങ്കി മുണ്ടും കൂടെ. ഞാൻ ഈ വീഡിയോ എടുക്കാനൊക്കെ ഇത്ര കാലം നടന്നിട്ടും നമ്മുടെ നാട്ടിലല്ലാതെ ഇങ്ങനത്തെ വേഷത്തിലുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അമ്മ എപ്പോഴും ഇതാണ് അമ്മയുടെ ഒരു യൂണിഫോം പോലെ അമ്മ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭാരത് സിനിമ ഉണ്ടാവും, ഭാരത് സിനിമയിലൊരു അമ്മച്ചിയുണ്ട്. ഈ അമ്മേനെ എനിക്കിങ്ങനെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നിട്ടില്ല, പക്ഷെ ഞാൻ അമ്മയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ കൂടെ അമ്മേനെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ആ അമ്മമ്മേനെ ഓർമ്മ വന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയായിരുന്നോ? എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തന്നെ അതാണ് ഓർമ്മ വന്നത്. അടിപൊളി. ഈ മീൻകറി അതെ, ഈ ഉണക്കമീൻ്റെ ഒരു കറിയില്ലേ, ഓ അതൊരു പ്രത്യേക സ്വാദ്. അടിപൊളി. അന്ന് കഴിച്ചാനായി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ
സൂപ്പറായിട്ടുണ്ട്. ആ ഇനി വേണ്ട, ഇനി ഞാൻ എടുത്തോളാം. ലാസ്റ്റ് പുളിശ്ശേരി. പുളിശ്ശേരി മതി, പുളിശ്ശേരി എടുത്തോളാം. മുളകിൻ്റെ എരിവുണ്ട്. അതായത് ഈ സാധനം എരിവുണ്ടെങ്കിലും കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്താ ഇത്ര മുളകാണ്, അതുകൊണ്ട് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല എനിക്ക് എരിവ്. അപ്പം അമ്മ ഹോട്ടലിലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരത്തെ കൂടെ കോരി ഒഴിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകണമെങ്കിൽ കാരറ്റോ കല്ലറയോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ നാടൻ കറികളും അങ്ങനത്തെ സാധനം ഞാൻ ഈ ഹോട്ടലിലൊന്നും ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഈ പാവയ്ക്ക ഒലത്തിയതും ഇവിടെ എന്നാളും വന്നപ്പോഴും ഉണ്ട്. ഈ പാവയ്ക്ക ഒലത്തിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ കറികളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എപ്പോഴും ഈ ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ എപ്പോഴും ഈ നാടൻ സാധനങ്ങൾ കുറച്ച് കൂടുതലാണ്. അതാണ് ഈ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാവും, ചില ദിവസം ഉണക്കമീൻ വെച്ചിട്ടുള്ള കറികളുണ്ടാവും, അങ്ങനെയൊക്കെ കപ്പ ചേമ്പ് കൂർക്കയൊക്കെ കൂടിയിട്ടുള്ള ഉടച്ച് കറികളുണ്ടാവും, അങ്ങനെയൊക്കെ അങ്ങനത്തെ കറികളൊക്കെയാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഒന്നൊന്ന് കഴിച്ച് നോക്കിക്കോളും. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം. അങ്ങനെ പറയാം. നമ്മളെ സ്നേഹത്തിനല്ലേ ഞങ്ങൾ തരുന്നത്. കൊണ്ടെന്നാ